കൃഷിയിലേക്ക് സ്വാഗതം. ഇതുണ്ട വെണ്ട, ഓണത്തിനുള്ള വെണ്ടയൊക്കെ റെഡിയായി തുടങ്ങി. ചെട്ടുമല്ലിയൊക്കെ മുട്ടിട്ട് ഉണ്ടാ, ചെണ്ടുമല്ലിയൊക്കെ മുട്ട് വരുന്നുണ്ട്. ഓണത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇടവിള കൃഷിയായിട്ട് വെണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയുണ്ട്, കപ്പയുണ്ട്. അപ്പോൾ ആ കപ്പ ഇതിന് കുറ്റിയിട്ടതാണ് ഞാൻ. അപ്പോൾ എല്ലാ ചെടിയും മുട്ടായി തുടങ്ങിയിട്ടുണ്ട്. വെണ്ട, ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം, സീതമ്മയുടെ കൃഷിത്തോട്ടം. ഈ കൃഷിത്തോട്ടത്തിൽ ഇത് ഒരാൾ നമ്മളെ ദ്രോഹിക്കാൻ വരുന്നത് കണ്ട, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെടി, വാഴയുടെ ഇല എല്ലാം നശിപ്പിക്കുന്ന ഒരു ഒച്ചാണത്. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചെടിത്തോട്ടത്തിൽ ഇറങ്ങിയേക്കുന്ന ഒരു സംഭവമാണത്. ഇത് നമ്മളുടെ ചെടിമ കയറി അതിൻ്റെ തണ്ടും ഇലയും ഒക്കെ തിന്നും. എന്താ സാധനം ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു സാധനമാണത്. ഒച്ചിനെ കണ്ടില്ല എല്ലാവരും? ഇത് ഒരു പ്രത്യേകതരം ഒച്ചാണിത്. ഉണ്ടാ, ഇത് എത്ര മുകളിലായാലും വലിഞ്ഞ് കയറി വരും. വലിഞ്ഞ് കയറി വന്നിട്ട് ഇത് ഇതൊക്കെ തിന്നും. ഇതാണ് ഒച്ച്. ഉണ്ടാ, ഇത് ഭയങ്കര കാരി എല്ലാ ഇലയും തിന്നും, തണ്ടുകളൊക്കെ തിന്നും. ഒരു 500 ചെട്ടുമല്ലി ഞാൻ നട്ടതാണ്. ഒരു 200 തൈകളോളം ഇവർ തിന്നണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇല അറുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ തണ്ട് കയറി തിന്നണേ. ചെട്ടുമല്ലിയൊക്കെ മുട്ടിട്ട്, അതേപോലെ തന്നെ പയറ്, കുറ്റിപ്പയറൊക്കെ നട്ടിട്ടുണ്ട്. ഒരുപാട് അതിൻ്റെ ഇടയ്ക്ക് ഓരോ കപ്പയും കുത്തിയിട്ടുണ്ട്. ഈ ചെടിയും പയറൊക്കെ ഒരു 3 മാസത്തേക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഓണം കഴിഞ്ഞ് ഒരു മാസം കൂടിയും ചിലപ്പോൾ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കപ്പ നട്ടതിന് എൻ്റെ ഉദ്ദേശം നമ്മൾ ചിലവാക്കിയ പൈസ കപ്പയിലൂടെയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. ഒന്ന് നമുക്ക് തന്നെ കഴിക്കാമല്ലോ, നല്ല സാധനമല്ലേ കപ്പ. എല്ലാ ഇടയ്ക്കും ഞാൻ വെണ്ട കുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഒറിജിനൽ വെണ്ടയാണ്, നല്ല പച്ച വെണ്ട, ഏറ്റവും സ്വാദേറിയ വെണ്ടയാണ് പച്ച. അപ്പോൾ അത് തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഈ പ്രാവശ്യം പച്ച വെണ്ട ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് മധുരക്കിഴങ്ങ്, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. എന്നാലും നിറയെ മധുരക്കിഴങ്ങ് ഉണ്ടാവും കേട്ടോ. ഒച്ച് കയ്യുമ്പലിക്ക് തന്നെ അതിൻ്റെ എന്താ, ഇതിനെ നമ്മൾ ഉപ്പിട്ടാൽ നശിച്ചിട്ട് പോവും. ഉപ്പിട്ടാൽ വേണ്ട, കാരി പിടിച്ച് തിന്നണ സാധനമാണിത്. ഒരു പ്രത്യേകത വെച്ച്. അപ്പോൾ അതിന് പിന്നെ ഇത് കൂർക്ക വിതുനമാസിലെ കറുത്തവാവിനാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതിൽ നിന്ന് തലയെടുത്ത് ഇനി കർക്കിടക മാസിലെ കറുത്തവാവിന് നമുക്ക് 2-3 വാരം നടാം. പയർ വിത്ത് നമ്മുടെ പൊയ്യ കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ച്, പിന്നെ നമ്മൾ ഉണ്ടായ കൃഷിയിൽ നിന്നും ഉണങ്ങിയ നല്ല വിത്ത് പയർ നോക്കി എടുത്ത് വെച്ചിട്ടാണ്. പയർ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഓണത്തിന് കിട്ടും. ഓണത്തിനൊക്കെ പയറിന് 100 രൂപയൊക്കെ വില വരും. അപ്പോൾ ഒരു 10 കിലോ പയറെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 1000 രൂപ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പയർ കുറച്ച് കൂടുതൽ നട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് ഒരു ചുമന്ന തരം മധുരക്കിഴങ്ങ്. ഈ ഒച്ച് കണ്ട ഇത്ര നേരമായിട്ട് അതിൻ്റെ ഈ മാംസം പോലത്തെ ആ അവയവം ഉള്ളിലേക്ക് ആക്കിയിട്ടില്ല. ദേഷ്യം വന്നിട്ട് അതിൽ വലിച്ചെടുത്തതിൻ്റെ ദേഷ്യം കാണിക്കണതാണ് കാണുന്നത്. എൻ്റെ കൈമ്മലേക്ക് വളഞ്ഞു വന്നു. അപ്പോൾ ഞാനത് തിരിച്ച് പിടിച്ച്. ഇത് നല്ല ഇനം മധുരക്കിഴങ്ങ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ ഉണ്ടായി മധുരക്കിഴങ്ങും കൂർക്കയും. പയറൊക്കെ തിരി നാട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വാരത്തമ്മയും ഞാൻ കൂർക്ക നട്ടിട്ടുണ്ട്. 2 സൈസ് കൂർക്കയാണ്. ഒരു നീളൻ കൂർക്കയാണ് നേരത്തെ കാണിച്ചു തന്നത്. ഇത് നല്ല ഉണ്ട പോലെ ഇരിക്കും. ചെറുമണികളായാലും കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നാടൻ കൂർക്കയുടെ നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും. പയർ ഇവിടെയുണ്ട് പയർ. പിന്നെ ഇത് കപ്പയുടെ കൂട്ടത്തിൽ കണ്ട ഒരു കണ്ണി വെച്ചിട്ട് അതിൽ ആദ്യം കപ്പ നട്ടു, പിന്നെ പയറുമണി ഇട്ടു, വെണ്ട ഉണ്ട്. അപ്പോൾ ഒരു കൃഷിയിൽ നമുക്ക് വിളവ് തന്നില്ലെങ്കിലും അടുത്ത കൃഷിയിൽ അതിൽ തന്നെ നമുക്ക് വിളവ് തരും. ഇങ്ങനെയാണ് കൃഷികൾ എല്ലാം ചെയ്തിട്ടുണ്ട്.
ഓണത്തിന് പയറും വെണ്ടയ്ക്കയും ചെണ്ടുമല്ലിപ്പൂവും ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ കൃഷിയൊക്കെ കഴിയുമ്പോൾ ഈ കപ്പയ്ക്ക് ഇത്തിരി മണ്ണിട്ട് കൊടുത്താൽ നമ്മുടെ കപ്പയും വിജയിച്ച് വരും. കപ്പയ്ക്ക് ഒരു ഇത്തിരി കൂടി വളമിട്ട് മണ്ണിട്ട് കൊടുക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ. കപ്പയുടെ കൂട്ടത്തിൽ തന്നെ പയറുമണി ഇട്ടിട്ടുണ്ട്. അത് കുറ്റിപ്പയറാണ്, അധികം പടർന്ന് പിടിക്കില്ല. അപ്പോൾ കൊള്ളിക്കൊന്നും ദോഷം ചെയ്യില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സീതമ്മയുടെ ഈ പ്രാവശ്യത്തെ ഓണക്കൃഷി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബായ്.